മറ്റൊരു വാർത്തയിലേക്ക്. കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ അന്വേഷണം അർജുൻ ആയങ്കിയിലേക്ക്. സ്വർണം കവരാൻ കണ്ണൂരിൽ നിന്നും സംഘം എത്തിയത് അർജുന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. അർജുൻ ആയങ്കിയുടെ കൂട്ടാളികൾ സംഭവത്തിൽ ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. ശാന്തകുമാർ വിവരങ്ങളുമായിട്ട് ചേരുന്നു. ശാന്തകുമാർ, ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്നയാൾ ഈ സ്വർണം പൊട്ടിക്കൽ എന്ന ക്രിമിനൽ പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് എന്ന് ഒരുപാട് കേസുകൾ നേരത്തെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സംഭവം നടന്നതും ഇതിനു മുമ്പ് തിരുവനന്തപുരത്തോ മറ്റോ അയാളെ ഒരു കരുതൽ കസ്റ്റഡിയിലോ മറ്റോ എടുത്തിരുന്നു. അതിനുശേഷവും ഇയാൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നാണോ പോലീസ് സംശയിക്കുന്നത്? തന്നെയാണ് പോലീസ് അത്തരത്തിൽ തന്നെയാണ് സംശയിക്കുന്നത്. ഈ അർജുൻ ആയങ്കിക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്. കാരണം കരിപ്പൂരിൽ നിന്ന് ഈ 7-ാം തീയതി സ്വർണം പൊട്ടിക്കലിന് എത്തിയ 5-അംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. അതിൽ കണ്ണൂരിൽ നിന്ന് വന്ന ഒരു സംഘത്തിൽ 8 പേരുണ്ടായിരുന്നു. ഈ 8 പേരിൽ രാജ്യത്ത് ഉൾപ്പെടെ അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളാണ്. അതാണ് ഇപ്പോൾ പോലീസിനെ ഇയാൾക്ക് ഇതിനകത്ത് അർജുൻ ആയങ്കിക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള സംശയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിനായി ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഈ 8 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവരിൽ നിന്നും മൊഴിയെടുത്തതിന് ശേഷം ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള തെളിവ് ലഭിക്കുകയാണെങ്കിൽ അർജുൻ ആയങ്കിയെയും ഇതിനകത്ത് പ്രതി ചേർക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇയാൾക്ക് ഇത്തരം പശ്ചാത്തലം നിരവധിയുണ്ട്. ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ഒരാൾ തന്നെയാണ് ഈ അർജുൻ ആയങ്കി. അത് തന്നെയാണ് ഇപ്പോൾ ഈ സ്വർണം പൊട്ടിക്കൽ കേസ് ഇയാളുടെ ഒരു സ്ഥിരം ഏർപ്പാട് കൂടി ആയതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു സംശയത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കസ്റ്റഡിയിലുള്ള റിമാൻഡിലുള്ള ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക. സനിച്ചു, ശരി. ഇതിലിപ്പോൾ ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ആളിൻ്റെ കൂട്ടാളികൾ കൂടെ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അയാളിലേക്ക് കൂടെ അന്വേഷണം കൊണ്ടുപോകണമെന്ന നിലപാടിലാണ് പോലീസും തോന്നുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ശാന്തകുമാർ നൽകിയത്.